നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഈ സീസൺ ഇത് അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. സീസൺ വൈസ് ആണല്ലോ ഇപ്പോൾ ബാലൻ ഡ്യൂർ കൊടുക്കുക. അപ്പോൾ ഇത്തവണ ബാലൻ ഡ്യൂറിന് സാധ്യത ആർക്കാണ്? കൂടുതൽ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 1-2 മാസത്തെ കളികൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി കളികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോണ്ടിനെന്റൽ ടൂർണമെന്റുകൾ ഉണ്ട്. അതായത് യൂറോ കപ്പ് ഉണ്ട്, പിന്നെ കോപ്പ അമേരിക്ക ഉണ്ട്. അപ്പോൾ അതിലെ പ്രകടനങ്ങൾ കൂടി എന്തായാലും വലിയ രൂപത്തിൽ ബാലൻ ഡ്യൂറിന് പരിഗണിക്കും. എങ്കിലും ഇപ്പോൾ ആരാണ് ബാലൻ ഡ്യൂറിനുള്ള സാധ്യതയിൽ മുന്നിൽ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഈ പറയുന്ന സീസൺ വൈസ് ആണ് കൊടുക്കുന്നത്. പഴയ പോലെ ഇയർ വൈസ് അല്ല. 2-3 വർഷങ്ങളായിട്ട് ഇത് സീസൺ വൈസ് ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓഗസ്റ്റ് മുതൽ ആയിരിക്കും കണക്കൊക്കെ. ഈ വർഷത്തെ ജൂലൈ വരെയൊക്കെ ആയിരിക്കും സമയം വരിക. അത് പിന്നീട് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ഒഫീഷ്യലി ആ ഒരു ടൈം ഫ്രെയിം എന്താണെന്ന് പറയും. അപ്പോൾ ഇതിൽ MLS സീസണൊക്കെ ഇപ്പം മെസ്സി കളിക്കുന്ന MLS അപ്പോൾ MLS സീസൺ, ബ്രസീലിയറോ സിരിയയിലെ സീസണൊക്കെ ഇയർ വൈസ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും താരങ്ങൾ, സാധാരണ ഇതിൽ അങ്ങനെ പരിഗണന വരാറില്ല, ആരെങ്കിലും പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ സീസണിന്റെ പകുതി മുതലുള്ള കാര്യങ്ങൾ എടുക്കേണ്ടി വരും എന്നർത്ഥം. എന്നാൽ നമ്മൾ നോക്കുകയാണ് goal.com ഏറ്റവും പുതുതായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബാലൻ ഡ്യൂർ പവർ റാങ്കിങ്. ബാലൻ ഡ്യൂർ നേടാൻ സാധ്യതയുള്ള 20 പേരുടെ ലിസ്റ്റ്. ഏറ്റവും കുറഞ്ഞ സാധ്യതയുള്ളയാൾ 20ാമതും, അതിനേക്കാൾ ഒരു അല്പം കൂടുതലുള്ളയാൾ 19ാമതും, അങ്ങനെ പോയി. ഏറ്റവും അധികം സാധ്യതയുള്ളയാൾ 1ാം സ്ഥാനത്തുമായിരിക്കും ഈ ലിസ്റ്റിൽ വരിക. ഇത് goal.comന്റെ ഒരു പവർ റാങ്കിങ് ആണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമന്റ് ബോക്സ് രേഖപ്പെടുത്തി. ഒരു ചർച്ചയ്ക്കുള്ള ബേസ് എന്ന രൂപത്തിൽ മാത്രമാണ് നമ്മൾ ഈ പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ ലിയോ മെസ്സിയാണ് 20ാം സ്ഥാനത്ത്. നമുക്കറിയാം ബാലൻ ഡ്യൂർ വാങ്ങി കൂട്ടി മടുത്തിട്ടുണ്ടാവും ലിയോ മെസ്സിക്ക്. എങ്കിലും ഇപ്പൊ 20ാം സ്ഥാനത്ത് ഈ ഒരു പവർ റാങ്കിങ്ങിൽ വരുന്ന ലിയോ മെസ്സിയാണ്. ഈ ഒരു കാലയളവിൽ ബാലൻ ഡ്യൂറിന് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കാലയളവിൽ 17 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് അദ്ദേഹം എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് നേടിയിട്ടുള്ളത്. ആ ലീഗ്സ് കപ്പ് ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം കണക്കുകൾ വരുന്നത്. ലീഗ്സ് കപ്പ് നേടുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത്. കൂടാതെ 19ാം സ്ഥാനത്ത് വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അദ്ദേഹം ഈ ഒരു കാലയളവിൽ എല്ലാ കോമ്പറ്റീഷനുകളിലുമായി പോർച്ചുഗീസ് ദേശീയ ടീമിനും അൽനസറിനും കൂടി 38 ഗോളുകളും 14 അസിസ്റ്റുകളും സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഘട്ടത്തിൽ ഒരു കിരീടമൊക്കെ അവരുടെ പേരിൽ ഉണ്ടായിരുന്നില്ല, അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പ്. പിന്നെ റോഡ്രിഗോ 18ാം സ്ഥാനത്ത് റോഡ്രിഗോ വരുന്നു. റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ യുവ സൂപ്പർ താരം 16 ഗോളുകളും 8 അസിസ്റ്റുമാണ് ഈ കാലയളവിൽ നേടിയത്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടു. 17ാം സ്ഥാനത്ത് ഇന്റർ മിലാന് വേണ്ടി മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന അർജന്റീൻ സൂപ്പർ സ്ട്രൈക്കർ ലൗതറോ മാർട്ടീനസ് 27 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് ഈ ഒരു സീസണിൽ അദ്ദേഹം സ്വന്തം പേരിലാക്കിയത്. സൂപ്പർ കോപ്പ ഇറ്റാലിയാനയിൽ മുത്തമിട്ടു. 16ാമത് ഫ്ലോറിൻ വേർഡ്സ് ആണ്, ബയർ ലെവർക്യൂസന്റെ താരം. 15 ഗോളുകളും 20 അസിസ്റ്റുകളുമാണ് സ്വന്തം പേരിലാക്കിയിട്ടുള്ളത്. 15ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് സൂപ്പർ താരം ബെർണാഡോ സിൽവ 10 ഗോളുകളും 8 അസിസ്റ്റുകളും. പിന്നെ ക്ലബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടു, യുവേഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടു. 14ാം സ്ഥാനത്ത് കെവിൻ ഡി ബ്രൂയിനെ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം, പരിക്കേറ്റ് നീണ്ടകാലം ഈ ഒരു സീസണിൽ പുറത്തായിരുന്നെങ്കിൽ പോലും അദ്ദേഹം 4 ഗോളുകളും 14 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഡെക്ലാൻ റൈസ് ആണ് 13ാമത്. ആഴ്സണലിന്റെ താരം 6 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയതെങ്കിൽ 12ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജന്റീൻ സൂപ്പർ താരം ഹൂലിയൻ ആൽവേരസ് 16 ഗോളുകളും 12 അസിസ്റ്റുകളും. ക്ലബ് വേൾഡ് കപ്പ് വിജയിച്ചു, യുവേഫ സൂപ്പർ കപ്പിലും മുത്തമിട്ടിട്ടുണ്ട്. ഇനി വെർജിൽ വാൻ ഡൈക്ക്, ലിവർപൂളിന്റെ താരം, അദ്ദേഹമാണ് 11ാം സ്ഥാനത്ത്. 5 ഗോളുകളും 2 അസിസ്റ്റും. ഒരു ഡിഫൻഡർ എന്ന നിലയ്ക്ക് അത് വലിയ നേട്ടമാണ്. അപ്പോൾ നമ്മൾ ക്ലീൻ ഷീറ്റുകളാണ് നോക്കേണ്ടത്. 14 ക്ലീൻ ഷീറ്റുകൾ അദ്ദേഹം തന്റെ ടീമിനോടൊപ്പം നേടിയിട്ടുണ്ട്. കറബാവോ കപ്പിൽ മുത്തമിടുകയും ചെയ്തു. ഇനി 10ാം സ്ഥാനത്ത് ആഴ്സണലിന്റെ യുവ സൂപ്പർ താരം ബുക്കായോ സാക്ക 17 ഗോളുകളും 14 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം നേടിയിട്ടുള്ളതെങ്കിൽ 9ാം സ്ഥാനത്ത് ഇപ്പൊ മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന ആൻഡോയിൻ ഗ്രീസ്മാൻ, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ താരം, 20 ഗോളുകളും 9 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. 8ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ യുവ സൂപ്പർ താരം വിനി ജൂനിയർ 18 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ് അദ്ദേഹം ഈ സീസണിൽ സ്വന്തമാക്കിയത്. മികച്ച ഫോമിലാണ് താരം എന്നർത്ഥം. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 7ാം സ്ഥാനത്ത് മുഹമ്മദ് സലാ ഒട്ടും മാറ്റമില്ലാതെ ഈ സീസണിലും തിമിർത്താടുന്ന കാഴ്ച. 28 ഗോളുകളും 16 അസിസ്റ്റുകളുമാണ് ഈജിപ്ഷ്യൻ കിങ് ഈ ഒരു സീസണിൽ സ്വന്തമാക്കിയത്. കറബാവോ കപ്പിൽ മുത്തമിടുകയും ചെയ്തു. 6ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിന്റെ ഹാരി കെയ്ൻ, ഗോളടിച്ച് കൂട്ടുകയില്ലേ കെയ്ൻ അവിടെ. പക്ഷെ ബയണിന്റെ കാര്യം ഇത്തിരി പരിങ്ങലിലാണ് ബൂണ്ടസ് ലീഗയിൽ. എങ്കിലും 42 ഗോളുകൾ എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് അദ്ദേഹം നേടിക്കഴിഞ്ഞു. 12 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. 5ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മധ്യനിരയിലെ സൂപ്പർ താരം റോഡ്രി
10 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയത്. ക്ലബ്ബ് വേൾഡ് കപ്പിലും യുവേഫ സൂപ്പർ കപ്പിലും മൊത്തമിടുകയും ചെയ്തു. 4-ാം സ്ഥാനത്ത് ഏർലിംഗ് ഹാലൻഡ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോളടി മെഷീൻ, 33 ഗോളുകളും 6 അസിസ്റ്റുകളും ഈ സീസണിൽ ഓൾറെഡി അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞു. പരിക്കേറ്റ് കുറച്ച് നാൾ പുറത്തായിരുന്നു. ഏതായാലും ക്ലബ്ബ് വേൾഡ് കപ്പും യുവേഫ സൂപ്പർ കപ്പും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഫിൽ ഫോഡനാണ് 3-ാമത്. എന്തൊരു കളിയാ ഫോഡൻ ഈ സീസണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന. ഒരു പക്ഷെ ഫോഡന്റെ കരിയറിലെ ഏറ്റവും മികച്ച സീസൺ എന്ന് പറയേണ്ടി വരും. 22 ഗോളുകളും 10 അസിസ്റ്റുകളുമായി എല്ലാ കോമ്പറ്റീഷനിലുമായിട്ട് യുവതാരം നേടുന്നു. ക്ലബ്ബ് വേൾഡ് കപ്പിലും യുവേഫ സൂപ്പർ കപ്പിലും മൊത്തം ഇടുകയും ചെയ്തിട്ടുണ്ട്. 2-ാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പെ. ഒട്ടും ഗോളടിക്ക് ഒട്ടും കുറവില്ലാതെ മുന്നിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന കിലിയൻ. ആ കിലിയനെ പലപ്പോഴും കോച്ച് പിൻവലിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇരുത്തുന്നു, ബെഞ്ചിലിരുത്തുന്നു. എന്നിട്ടും ഗോളടിയിൽ അവൻ കുതിച്ചു പായുകയാണ്. 45 ഗോളുകളും 16 അസിസ്റ്റുകളുമാണ് 2023-24 സീസണിൽ കിലിയൻ സ്വന്തം പേരിലാക്കിയത്. കൂടാതെ ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മൊത്തമിട്ടു. 1-ാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗമാണ്. റയലിലേക്ക് എത്തിയതിനു ശേഷം താരം മറ്റൊരു തലത്തിലുള്ള കളി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു. 22 ഗോളുകളും 13 അസിസ്റ്റുകളും സ്വന്തമാക്കി സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടു. ഇതാണ് goal.comന്റെ ഇത്തവണത്തെ ബാലൻ ഡി ഓർ പവർ റാങ്കിങ്. നിങ്ങൾക്ക് ഒരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.